രജനീകാന്തിന്റെ അവസാനത്തെ മൂവി തലൈവർ 173 അല്ലേ? അതിന്റെ പേര് ധർമ്മൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ ആരംഭിക്കാൻ പോവാണ്. രാജ്കമൽ ഇന്റർനാഷണലിലെ മൂവിയാണ്. കമൽഹാസൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, രജനീകാന്ത് നായകൻ. അതായത് രജനി കമലിലെ, അതായത് കമലിന്റെ ഒരു മറ്റേ ഫിലിമിലാണ് രജനീകാന്ത് ഫസ്റ്റ് ഇൻട്രോ വരുന്നത്. ബാലേന്ദ്ര സാറിന്റെ അറിയാലോ അല്ലെ, അപൂർവ രാഗങ്ങൾ എന്ന് പറയുന്ന ആ സിനിമയിലാണ് രജനി ഇൻട്രോ വരുന്നത്. അതായത് ഒരു ഗേറ്റ് തുറക്കുന്ന ഒരു സീനായിട്ടാണ് രജനി അതിൽ കാണിക്കുന്നത്, ഇൻട്രോ സീൻ എന്ന് പറയുന്നത്. അത് പിന്നീട് തമിഴ്നാടിന്റെ തന്നെ ഗേറ്റ് അദ്ദേഹം തുറന്നു അല്ലെ. സിനിമ ഫീൽഡില് അദ്ദേഹം ഇപ്പോഴും നമ്പർ 1 നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹം ആരംഭിച്ചതും കമലിന്റെ പടത്തിലാണ്, അതുപോലെ അവസാനിപ്പിക്കുന്നതും കമലിന്റെ പടത്തിലാണെന്ന് പറയുന്നു. അങ്ങനെയാണ് തലൈവർ 173 ആരംഭിക്കാൻ കാരണം. അതിന്റെ പേരിട്ടു ധർമ്മൻ എന്നുള്ളതാണ്. അതിന്റെ ഓഡിയോ ലോഞ്ച്, അതിന്റെ ഷൂട്ടിങ്ങിന്റെ ഒക്കെ തുടങ്ങി. അതിൽ രജനീകാന്തിന്റെ സ്പീച്ച് എന്ന് പറയുന്നത് വളരെ കൗതുകമായിരുന്നു. അതായത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതായത് മറ്റേ ഇലക്ഷൻ തൊട്ട് മുമ്പ്, തമിഴ്നാട് ഇലക്ഷന് തൊട്ട് മുമ്പ് അദ്ദേഹം ഈ സ്റ്റാലിന്റെ സന്ദർശിക്കുകയും പിന്നീട് അതിന് കൂടുതൽ അർത്ഥങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം അതായത് 40 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ബേസിൽ പോയതാണെന്നൊക്കെ പറഞ്ഞ് രജനീകാന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊത്തം വിജയ് ഫാൻസുകാര് അത് ആദ്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് 96 മറ്റേ എന്താ പറയാ DMK കരുണാനിധിനെ സപ്പോർട്ട് ചെയ്തല്ലോ, അതുപോലെ സ്റ്റാലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണെന്നൊക്കെ പറഞ്ഞ് വിജയ് ഫാൻസ് രജനീകാന്തിനെ ഇട്ടിട്ട് എയറിലാക്കുന്നുമുണ്ട്. അപ്പൊ അദ്ദേഹം അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു. അതിന് ഞാൻ ഫ്രണ്ട്ഷിപ്പ് ബേസിൽ പോയതാണ്, തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ലാണ്ട് മുമ്പ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന്റെ സ്പീച്ച് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിന് നല്ല രസമായിരുന്നു. അതായത് ഒരു കൊള്ളിച്ചിട്ടുള്ള ഒരു സംസാര രീതിയായിരുന്നു. ആരെക്കുറിച്ചാ പറഞ്ഞെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ആദ്യം നമുക്ക് രജനീകാന്ത് പറഞ്ഞ കുറച്ച് വേർഡുകളൊന്ന് ശ്രദ്ധിക്കാം. അതായത് பேசினாலே ப்ராப்ளம். ஒன்று எனக்கு ப்ராப்ளமும் மற்றவங்களுக்கும் ப்ராப்ளம். ஏதாவது வந்து கழிப்பிட்டே இருப்பாங்க, ஏதாவது பேசிட்டே இருப்பாங்க. நான் சும்மா இருந்தால் இவர் இருந்தால் பேசவே மாட்டேங்கிறாங்க, வாயில் என்ன குலக்கட்டே வச்சுருக்காரா அப்படின்னு சொல்லி கலாட்டா பண்ணுவாங்க, கிண்டல் பண்ணுவாங்க. பேசுனா இப்போ பேசு அப்படின்னு சொல்லுவாங்க. மற்றவங்க வந்து இவர் பேசாமல் பேசியிருக்கக்கூடாது அப்படின்னு சொல்லுவாங்க. ஸோ என்ன பண்ணுறது? ஸோ ரொம்ப நாள் கழித்து நான் தெரிஞ்சுக்கிட்டேன், நம்மளை பிடிக்காதவங்களுக்கு நம்ம என்ன செஞ்சாலும் எது பண்ணாலும் பிடிக்காது. நம்ம பிடிச்சவங்களுக்கு நம்ம என்ன செஞ்சாலும் எது பண்ணாலும் பிடிக்கும் நினைக்கிறது முட்டாள்தனம். ஜாகிரதையாக இருக்கணும். ഈ ലോഞ്ചിന്റെ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോയ്ക്ക് താഴെ കംപ്ലീറ്റ് എന്താ പറയാ, തമിഴന്മാര് ഒരു 90% അതില് രജനീകാന്തിനെ കുറ്റപ്പെടുത്തിയിട്ട്, രജനീകാന്തിനെ കുറ്റം പറഞ്ഞിട്ട് ഉള്ള കമന്റ്സുകളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. കംപ്ലീറ്റ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ്. അതായത് രജനീകാന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലം വരെ രജനീകാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന വാക്കാണ് തമിഴ് മൂവീസിൽ അല്ലെ. തലവനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടും കുത്തും ഉറപ്പാണ്, ജീവനം കൊടുക്കാനടക്കം തയ്യാറാണ്. പക്ഷെ ആ സംഭവം ആകെ മാറി മറിഞ്ഞു പോയി. രജനി കമലിന് സാധിക്കാത്തൊരു കാര്യം വിജയ് നേടിയപ്പോ മൊത്തം ഒരു രജനി കമൽ, രജനി വിജയ് എന്നുള്ള ആ ഒരു അംഗം ഒരു 2-3 വർഷമായിട്ട് വളരെ ഫാൻസിന്റെ ഇടയിലും അവരുടെ ഇടയിലും പരസ്പരം എന്താ പറയാ കോള് വെച്ച് സംസാരിക്കലും ചെറിയ കുട്ടിക്കഥകളും വെച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. രജനീകാന്തിന്റെ മറ്റേ കഴുക് സ്റ്റോറി, അതിന് കാക്ക കഴുക് കണ്ടൊരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് തിരിച്ച് വിജയ് കൗണ്ടർ കൊടുക്കുക. അങ്ങനെ മൊത്തം ഇവര് പരസ്പരം എന്താ പറയാ ഒരു ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു സോഷ്യൽ മീഡിയസിൽ. ഇപ്പോൾ മറ്റേ ഏറ്റവും അവസാനം സ്റ്റാലിനെ ഇലക്ഷന് മുമ്പ് കാണാൻ പോവുകയും മൊത്തം അവിടെയും പ്രശ്നങ്ങള്, പിന്നെ കാവേരി പ്രശ്നത്തിൽ രജനീകാന്ത് ഇടപെട്ടത്, മൊത്തം
അവിടെ ഫാൻസിന്റെ ഇടയിലും ജനങ്ങളുടെ ഇടയിൽ രജനീകാന്തിന് പഴയൊരു ഇമേജ് ഇല്ല. ഓക്കെ, അപ്പോ എന്നെ ശരിക്കും അതിശയിപ്പിച്ച കാര്യം അതിന്റെ ചോട്ടിൽ വന്ന ആ ഒരു 90% കമന്റുകളും രജനിക്കെതിരായിരുന്നു. എന്താ അവസ്ഥ അല്ലേ? അതായത് മാറി മറിഞ്ഞത്. രജനി കമൽ എന്ന് പറയുന്ന അവസാനം വരെ നമ്പർ 1 നിൽക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷെ വിജയ് എന്ന് പറയുന്ന പെട്ടെന്നുള്ളൊരു താരോദയം എല്ലാം മാറ്റിമറിച്ചു. രജനീകാന്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ രജനീകാന്തിന് ഇങ്ങനെ പൊക്കി പറയണം ആള് വലിയ ദൈവമാണല്ലോ. പക്ഷെ ആ അവസ്ഥയൊക്കെ പോയി ഇപ്പോ ആ ഒരു പ്രത്യേകതര അവസ്ഥയായി. നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കമന്റ്സുകൾ ഞാൻ വായിക്കാട്ടാ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അതായത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കൂടുതൽ കാര്യങ്ങള് കമന്റ്സുകൾ ഞാനൊന്ന് വായിക്കാം. ഓക്കെ, അതില് കുറച്ച് കമന്റ്സുകൾ വായിക്കാട്ടോ. രജനി വെറുമൊരു നടൻ മാത്രമാണ്, അദ്ദേഹത്തിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കരുത്. ഓക്കെ, രജനി സാർ, നിങ്ങൾ നല്ലൊരു നടനാണ്, നന്നായി അഭിനയിക്കുന്നു. നിങ്ങളുടെ വാർദ്ധക്യത്തിൽ വീട്ടിൽ തന്നെ കഴിയുക, നിങ്ങളുടെ കൊച്ചുമക്കളോടൊപ്പം സമാധാനത്തോടെ കളിക്കുക. മുത്തച്ഛ, മതി നിങ്ങളുടെ അഭിനയം, കാലം ഉത്തരം പറയുന്നവരെ വിശ്രമിക്കൂ. രണ്ടുപേരും വൃദ്ധരെ പോലെ പെരുമാറിയാൽ മതി, വീട്ടിലിരുന്ന് കൃഷ്ണൻ, രാമൻ, ശിവൻ എന്ന് പറഞ്ഞാൽ മതി. രജനി സാർ, മറ്റുള്ളവർ നിങ്ങൾക്ക് നല്ലതോ ചീത്തയോ നൽകാൻ അനുവദിക്കരുത്. നിങ്ങൾ രണ്ടുപേരും സിനിമയിൽ മാത്രമേ അഭിനയിക്കാവൂ, പരസ്യമായി അഭിനയിക്കരുത്. നിങ്ങൾ രണ്ടുപേരും ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ ഇടിമിന്നലെ ഭയന്ന് ഇപ്പോൾ സിനിമ ചെയ്യില്ലെന്ന് റെഡ് മൂവി പറഞ്ഞു. അതിനാൽ നിങ്ങൾ ആ സിനിമ നിർത്തിവെച്ച് ഈ സിനിമ ആരംഭിച്ചു. കാലം ബദൽ ചൊല്ലും. എനിക്കിത് 100% പറയാൻ കഴിയും. രജനീകാന്ത്, കമൽ ഉത്തമർ, തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ചവർ എന്നിവരെ മറ്റാരും തൊട്ടിട്ടില്ല. രജനി 1990 ഇപ്പോൾ ആരാധകർ വഞ്ചിക്കപ്പെടുകയാണ്. അവർക്ക് സത്യം മനസ്സിലായോ ഇല്ലയോ അത് പാഴാണ്. ആരും അത്ര ഗൗരവമായി എടുക്കുന്നില്ല, എക്സെട്ര. ഇതുപോലെ കമന്റുകള് വളരെ എന്താ പറയാ നെഗറ്റീവ് കമന്റുകളാണ് ആ ഒരു വീഡിയോസിനെ മുഴുവനും. എന്തൊക്കെ പറഞ്ഞാലും രജനീകാന്ത്, കമൽ എന്ന് പറയുന്ന 2 ആക്ടേഴ്സ് ഒരു ലെജൻഡ് തന്നെയാണ് അല്ലേ. അപ്പോ അവരുടെ മറ്റേ ഫ്രണ്ട്ഷിപ്പും വളരെ ഫേമസ് ആണ്. ഒരിക്കലും അവർ തമ്മിൽ ഒരു മറ്റേ ഹെൽത്തി കോമ്പറ്റീഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. അവർ എപ്പോഴും രജനി, കമൽ എന്ന് പറയുന്ന നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അവരുടെ 173 തലവരുടെ അവസാനത്തെ പടം ഇനി ഒരു പടം കൂടി ഉണ്ടെന്ന് പറയുന്നു. അതിന് രജനി കമലാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോ ഒരു ആസ് ആക്ടർ എന്ന നിലയ്ക്ക് രജനീകാന്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. നിങ്ങൾക്കും വളരെ ഇഷ്ടപ്പെട്ട ആക്ടറായിരിക്കും. പൊളിറ്റിക്സ് ഒക്കെ മാറ്റി വയ്ക്കുക. നമ്മളെ സിനിമയില് അതൊന്നും കൊണ്ട് കൂട്ടിക്കുഴയ്ക്കരുത്. അദ്ദേഹത്തിന്റെ എന്താ പറയാ അവസാനത്തെ മൂവി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നൊരു മൂവിയാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം തുടങ്ങിയതും കമലിന്റെ കൂടെയാണ്, അവസാനിപ്പിക്കുന്നതും കമലിന്റെ കൂടെ തന്നെ ആയിരിക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് കമലിന്റെ കൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന് നല്ലൊരു യാത്രയപ്പ് അല്ലെ, പടം നല്ല ബ്ലോക്ക് ബസ്റ്റർ ആക്കുക അല്ലെ. അപ്പൊ ബാക്കി പൊളിറ്റിക്സിലുള്ള ആ ഒരു എനിമീസ് ഒക്കെ വിടുക. പരസ്പരം സംസാരിച്ചിട്ടുണ്ടാവും, പല ആളുകൾക്ക് പല കാഴ്ചപ്പാടുണ്ടാവും, പല രാഷ്ട്രീയ വ്യൂസ് ഉണ്ടാവും. അതെല്ലാം പോയിട്ട് നമ്മളൊരു സിനിമ ആക്ടറിന്റെ അവരുടെ പടത്തിന് കൊണ്ടുപോയിട്ട് അതൊന്നും പക വെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെ, ശരിയല്ലേ? ആസ് ആക്ടർ എന്ന നിലയില് രജനീകാന്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു മുതൽക്കൂട്ടാണ്. ലോക സിനിമയിൽ തന്നെ അദ്ദേഹത്തിന് ജപ്പാനിലും ചൈനയിലും കൊറിയയിലടക്കം ഫാൻസ് ഉള്ള കാര്യം നമുക്കറിയാലോ. ഓക്കെ, അപ്പോ രാഷ്ട്രീയം വേറെ, സിനിമ വേറെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ സിനിമ നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഓക്കെ, പക്ഷെ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയത് അദ്ദേഹത്തിന്റെ ഫാൻസിന്റെ എന്താ പറയാ മൊത്തം തമിഴ്നാട്ടിലെ ഒരു ദൈവം എന്നുള്ള ഒരു കാഴ്ചപ്പാട്. രജനീകാന്തിന് എതിരായിട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ വിട്ടുന്നൊരു കാലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ അവിടെ നിന്ന് മാറി അദ്ദേഹത്തിനെ വളരെ എന്താ പറയാ
മോശമായിട്ടാണ് ആ കമന്റുകൾ കംപ്ലീറ്റ് നിറഞ്ഞത്. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കടം തോന്നി പാവത്തിന്. ഓക്കെ, ധർമ്മൻ എന്ന രജനീകാന്തിന്റെ 173 മൂവിയിലെ രജനീകാന്ത് എന്ന് പറയുന്നത് ഒരു ഡോക്ടറായിട്ടാണ് അഭിനയിക്കുന്നത്. ഡെഡ്ലി ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ പടം ഒരു വേറെ ലെവലാണ്. ഒരുപാട് ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. ഒരുപാട് രാജ്യങ്ങൾ, റഷ്യ, മറ്റേ സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, യൂറോപ്യൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളും എല്ലാം കവർ ചെയ്യുന്ന ഒരു മൂവിയാണ്. അപ്പോൾ ആ പടം വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.